പറഞ്ഞ് എന്നെ മതലിൽ കുത്തിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ചെവി പൊത്തി ഒരൊറ്റ അടി വിട്ടത്. എന്നിട്ട് കൈ മടക്കി വെച്ചിട്ട് ഒരൊറ്റ ഇടി. ഇവരെ സെല്ലി കയറ്റി. സാറേ എന്നെ ഉപദ്രവിക്കല്ലേ സാറേ, എന്നെ അടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നതാണ്. ഇവരെ സെല്ലിൽ കയറ്റി ഇടിച്ച് അവനെ റെഡിയാക്കി അവനെ നടക്കാത്ത രീതിയിലാക്കിയിട്ട് വിട്ടാൽ മതി. എന്നെ ചെവി പൊത്തി വെച്ച് ഒരൊറ്റ അടി ഇവിടെ ചെവിക്കല്ല് ഉളക്കെ തന്ന്. പിന്നെ കൈ മടക്കി വെച്ചിട്ട് ഒരൊറ്റ ഇടി ഇവിടെ. എനിക്കിപ്പോൾ ഇവിടെയാണ് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. തലയുടെ ഇവിടെ ഇങ്ങനെ കീറി എല്ല് തുറന്ന് അത് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ സംഭവിച്ചത് സാറ്, ഞാനൊരു കല്യാണ ഓട്ടം പോയതായിരുന്നു. പോയി തിരിച്ച് ആറ്റിങ്ങൽ സൈഡിൽ നിന്ന് ചാതാകര സൈഡിൽ കണിയാവര സൈഡിലേക്ക് വരായിരുന്നു. മംഗലാപുരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് പൈപ്പ് പൊട്ടിപ്പോയി. പെട്ടെന്ന് വണ്ടി ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ഫെയിലിയറായി മറ്റേ വണ്ടി ഫ്രണ്ടിൽ പോയിരുന്ന കാറിൽ പോയി തട്ടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി അങ്ങോട്ട് അവരെ വണ്ടിയിൽ പോയി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് എൻ്റെ മുതുകിൽ ഒരു അടി അടിച്ച് വിട്ടു വന്നു. ഞാൻ അങ്ങനെ തിരിച്ച് ആൾക്കാർ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയിലിരുന്ന ആൾക്കാരും അവിടെ നിന്ന് നാട്ടുകാരൊക്കെ അവിടെ നിന്ന് മോനെ നീ അങ്ങോട്ട് മാറിയില്ല, അവർ നിന്നെ ഉപദ്രവിക്കുകയല്ലേ എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നിട്ട് കൺട്രോൾ റൂമിൽ ഞാൻ വിളിച്ച് ഇത് കണക്ക് മംഗലാപുരം ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ ആ കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച്, മംഗലാപുരം സ്റ്റേഷനിൽ അറിയിച്ച് അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഞാൻ വിളിച്ച് വരുത്തിയതാണ് പോലീസിനെ. എന്നിട്ട് അവിടെ നിന്ന് അവരടുത്ത് പറഞ്ഞു നിങ്ങൾ കാറിൽ വാ. എന്നെ പോലീസ് ജീപ്പിൽ ബാക്ക് സൈഡിൽ കയറ്റിയിരുത്തി എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവരെൻ്റെ അടുത്ത് ചോദിക്കണം സാറേ 30,000 രൂപ 25,000 രൂപയൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ഞാനിത് എന്താ ചെയ്യുക, ഞാനത് കൂലിക്ക് ഓടുന്നതാണ്, ഞാൻ ഡ്രൈവറായിട്ട് മാത്രം പോകുന്നതാണ്, എൻ്റെ സ്വന്തം വണ്ടി പോലും അല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു വണ്ടി കൊണ്ടുവച്ച് ഇങ്ങനെ ഇടിച്ച് തന്നിട്ട് സാറേ ഞാൻ മനഃപൂർവ്വം ഇടിച്ചതല്ല, പെട്ടെന്ന് ബ്രേക്ക് ഇത് ഫെയിലിയറായി അങ്ങനെ സംഭവിച്ചാണ്, ആരും മനഃപൂർവ്വം തട്ടൂലല്ലേ സാറേ എന്നിങ്ങനെ ചോദിച്ച് പുറത്ത് വെച്ച് ഇത് സംസാരിച്ച് ഡീലാക്കാൻ സാറ് അവിടുത്തെ എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞ്, അഡീഷണൽ എസ് ഐ പറഞ്ഞ് അവരെന്ന് എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 30,000 രൂപ അവർ ചോദിക്കുന്നത്, അത് കൊടുത്ത് നീ ഒത്തുതീർപ്പാക്കിപ്പോ, അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ അവർ വേറെ കേസിലൊക്കെ അവരെ പെൺകുട്ടികളും ഒരു സ്ത്രീയൊക്കെ ഉണ്ട് അവരെ വേറെ കേസിലൊക്കെ ആക്കി നിന്നെ ഉള്ളിലാക്കി കളയുമെന്ന്. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. അവർ പറഞ്ഞ് ഒരു 10,000 രൂപയിൽ കൊണ്ടെത്തിച്ച് ഞാൻ പറഞ്ഞു ഒരു 5,000 രൂപ സാറേ ഞാൻ ഇപ്പം കൊടുക്കാം, ബാക്കി 5,000 രൂപ വണ്ടി ഇവിടെ കിടക്കട്ടെ, ഞാൻ വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ്. അവർക്ക് അതിലും പറ്റൂല, ശരിയാവില്ല എന്ന് പറഞ്ഞ് സാറേ എന്നെ എസ് ഐ സാറിൻ്റെ റൂമിലോട്ട് വിളിപ്പിച്ച് ഞാനിത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി തരാം, അവർക്ക് അവരെ വണ്ടി കൊണ്ടുപോകാം, നിനക്ക് നിൻ്റെ വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എസ് ഐ സാറിൻ്റെ റൂമിലോട്ട് വിളിച്ചു. എന്നിട്ട് പിന്നെ അവരെയും വിളിച്ചിട്ട് എസ് ഐ സാറ് ഇവരടുത്ത് പറയാണ്, ഇവരിപ്പം പറയണേന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അവൻ കൂലി ഡ്രൈവറാണ്, അവൻ്റെ വണ്ടിയൊന്നുമില്ല, അവൻ അന്നെന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഓടുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അത് സാറേ അതൊന്നും നടക്കൂല, ഇത്രയും പരുക്കുണ്ട്, വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്, അത് ശരിയാക്കിയാലേ പറ്റൂ ഇത് പറഞ്ഞ് എന്നെ മതലിൽ കുത്തിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ചെവി പൊത്തി ഒരൊറ്റ അടി വിട്ടത്. എന്നിട്ട് കൈ മടക്കി വെച്ചിട്ട് ഒരൊറ്റ ഇടി. ഇവരെ സെല്ലിൽ കയറ്റി. സാറേ എന്നെ ഉപദ്രവിക്കല്ലേ സാറേ, എന്നെ അടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നതാണ്. ഇവരെ സെല്ലിൽ കയറ്റി ഇടിച്ച് അവനെ റെഡിയാക്കി അവനെ നടക്കാത്ത രീതിയിലാക്കിയിട്ട് വിട്ടാൽ മതി. ഇത് കണ്ടതോടെ അവിടെ നിന്ന കാറുകാർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളൊന്നുമില്ല. കൂടെ നിന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ തന്നെ കരഞ്ഞു പോയി എന്നെ അടിക്കുന്ന അവരിത് കണ്ടിട്ട്. സാറേ ഞങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളെ വണ്ടി ഞങ്ങൾ ശരിയാക്കിക്കോളാം, ഞങ്ങൾക്ക് കേസോ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവർ തടി തപ്പി. എന്നിട്ടും അവരെന്നെ വിട്ടില്ല. എന്നെ പിടിച്ച് ആ സെല്ലിൻ്റെ അവിടെ പിടിച്ചിട്ടിരുന്ന് എസ് ഐ സാറ് നീ അവിടെ നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിന്നെ വണ്ടി ഇവിടെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്രൈം സർവീസിൽ വല്ലതും കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാണ്ട് നിന്നെ ഇവിടെ നിന്ന് വിടൂല. നീ എന്തായാലും ഇവിടെ നിന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10,000-25,000 രൂപ ചിലവാക്കിയിട്ടല്ലാണ്ട് നിന്നെ ഇവിടെ നിന്ന് വിടൂല. എന്നിട്ട് എന്നെ പിടിച്ച് അവിടെ ഇട്ടിരുന്ന്
എന്നിട്ട് വണ്ടി ഇത് ശരിയാക്കി കൊണ്ടുവന്ന് മെക്കാനിക്ക് വന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇത് ശരിയാക്കിച്ച് വണ്ടി അവിടെ കൊണ്ടുവന്നപ്പോഴാണ് എന്നെ അവിടെ നിന്ന് വിടുന്നത്. അതുവരെ എന്നെ അവിടെ പിടിച്ചിട്ടിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ എന്നെ ചെവി പൊത്തി വെച്ച് ഒരൊറ്റ അടി ഇവിടെ ചെവിക്കല്ലുകളൊക്കെ തന്നു. പിന്നെ കൈ മടക്കി വെച്ചിട്ട് ഒരൊറ്റ ഇടി ഇവിടെ. എനിക്കിപ്പോൾ ഇവിടെയാണ് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. തലയുടെ ഇവിടെ ഇങ്ങനെ കീറി എല്ല് തുറന്ന് അത് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്ക് അന്നെന്നുള്ള ഇതിലേക്ക് കഴിഞ്ഞു പോകണയാണ് സാറേ. അവർ ഡോക്ടർ തന്നെ ആവശ്യപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും അടുപ്പിച്ച് കയ്യിൽ കരുതിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, സ്കാൻ ചെയ്യാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് സാറേ ഇതിപ്പോൾ ചെയ്യാതിരിക്കാൻ ഞാനിത് ഡിസ്ചാർജ് ചെയ്ത് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ സ്വന്തം റിസ്കിൽ നീ അവിടെ എഴുതി വെച്ചിട്ട് പോകണം. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തതാണ്. ഞാനായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്.